Welcome to Safia Future Academy Board Booster Series. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മാത്സിന്റെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓർക്കുന്നുണ്ടോ? ഇന്റഗ്രേഷന്റെ ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്റഗ്രൽസ് എന്ന് പറയുന്നത് ആന്റി ഡെറിവേറ്റീവ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഇന്റഗ്രേഷൻ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡെറിവേറ്റീവിൽ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻസിനെല്ലാം നേരെ ഓപ്പോസിറ്റ് ഫോമിലോട്ട് കൊണ്ടുവരിക. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആയതുകൊണ്ട് തിരിച്ച് നമ്മൾ പറഞ്ഞു കോസ് എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ആരാണ്? സൈൻ എക്സ് ആണെന്ന് പറഞ്ഞു. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആയതുകൊണ്ട് നമ്മൾ തിരിച്ചു പറഞ്ഞു സൈൻ എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് ആണ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആയതുകൊണ്ട് നമുക്ക് പറയാം 1/xന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ആരാണ്? ലോഗ് എക്സ്. ഇങ്ങനെ കുറെ ഇക്വേഷൻസ് പഠിച്ചു. അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, പാർഷ്യൽ ഫ്രാക്ഷൻ, ഇന്റഗ്രേഷൻ ബൈ പാർട്സ്, 1/, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുന്ന രീതിയിലുള്ള സ്പെഷ്യൽ ഇന്റഗ്രൽസ്, പിന്നെ e raised to x into f of x plus f dash of x ന്റെ ഫോം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്ന പോർഷനിൽ പഠിച്ചത്. ഈ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിനെ നമ്മൾ പിന്നീട് ഒരു ഡെഫിനിറ്റ് ഇന്റർവെലിനകത്ത്, അതായത് ഇന്റഗ്രൽ a to b f of x dx എന്ന് പറയുന്ന ഒരു ഡെഫിനിറ്റ് ഇന്റഗ്രൽസിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു ഇന്റർവെലിനകത്ത് ഈ ഇന്റഗ്രലിനെ നമ്മൾ വീണ്ടും ഡിഫൈൻ ചെയ്തു. ആ ഇന്റഗ്രലാണ് നമ്മൾ എന്തായിട്ട് പറഞ്ഞിരിക്കുന്നത്? ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്തു. ആ ഡെഫിനിറ്റ് ഇന്റഗ്രൽ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. എങ്ങനെയായിരുന്നു ഡെഫിനിറ്റ് ഇന്റഗ്രലിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ആദ്യം അതിന്റെ സാധാരണ നമ്മൾ ചെയ്യുന്ന ഇന്റഗ്രേഷൻ എന്താണോ ആ പ്രോസസ് അനുസരിച്ച് അതിനെ ഇന്റഗ്രേഷൻ ചെയ്യുക. പ്ലസ് സി എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കൊടുക്കണ്ട. ആ തന്നിരിക്കുന്നതിൽ നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന ആ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ആൻസറിൽ ആദ്യം ഏത് വാല്യൂ കൊടുക്കുന്നു? നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് ഇട്ടിട്ട് ലോവർ ലിമിറ്റ് കൊടുക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന പേര് വിളിക്കുന്നത്. അത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇന്റഗ്രേഷൻ നമുക്ക് വരുന്നത്. എന്നാൽ നമുക്ക് കൂടുതലായിട്ടും ഡെഫിനിറ്റ് ഇന്റഗ്രലിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നത് എന്ന് പറയുന്നത് കൂടുതലായിട്ട് വരുന്നത് ഏത് പോർഷൻ ആണ്? അതിന്റെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് നേരിട്ട് ഇന്റഗ്രേഷൻ ചെയ്യാതെ തന്നെയും പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഇന്റഗ്രലിന്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തത്. അപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് പ്രോപ്പർട്ടി നോക്കാം. ഇന്റഗ്രൽ a to b f of x dx is equal to ഇന്റഗ്രൽ a to b f of t dt. അതായത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും കൊടുക്കാതെ ഒരേ ഇന്റർവെല്ലിൽ തന്നെ വരുന്ന ഒരു ഫംഗ്ഷന്റെ ആ വേരിയബിൾ മാത്രം ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്താലും ആ ഇന്റഗ്രലിന്റെ വാല്യൂവിന് വ്യത്യാസം വരില്ല. ഫോർ എക്സാമ്പിൾ ഇന്റഗ്രൽ 2 to 3 x സ്ക്വയർ dx ചെയ്താലും ഇന്റഗ്രൽ 2 to 3 y സ്ക്വയർ dy ചെയ്താലും കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. അവിടെ എന്തുമാത്രമേ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും കൊടുത്തിട്ടില്ല, എന്തുമാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ? നമ്മള് എക്സ് എന്ന് പറയുന്ന വേരിയബിൾ മാറ്റി എന്താക്കി എടുത്തു? നമ്മള് y എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആയിട്ട് മാറ്റി, അത്രേ ഉള്ളൂ. ആ ലിമിറ്റ് വാല്യൂ സെയിം തന്നെയാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്. ഇന്റഗ്രൽ a to b f of x dx is equal to ഇന്റഗ്രൽ a to b f of t dt. എന്നാലും നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ അതനുസരിച്ച് നമ്മൾ ലിമിറ്റ് വാല്യൂ മാറ്റേണ്ടി വരും. കാര്യം ഇവിടെ നമ്മൾ എക്സ് സ്ക്വയറിന് പകരം നമ്മൾ ഒരു ടി എന്നോ അങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതെങ്കിൽ ആ വേരിയബിളിന്റെ ചേഞ്ച് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ലിമിറ്റ് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇവിടെ അതൊന്നുമില്ല. വേരിയബിൾ ജസ്റ്റ് എന്ത് ചെയ്ത് കൊടുത്തു? നമ്മൾ ചേഞ്ച് ചെയ്തു, എക്സ് മാറ്റി y ആക്കി, അല്ലെങ്കിൽ എക്സ് മാറ്റി ടി ആക്കി. ലിമിറ്റ് സെയിം ആണ് എങ്കിൽ ആ രണ്ട് ഇന്റഗ്രലിന്റെ വാല്യൂ മാറില്ല എന്നാണ് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയാം. ഓക്കെ, സെക്കൻഡ് പ്രോപ്പർട്ടിയിലോട്ട് പോയാൽ അറിയാം. ഇന്റഗ്രൽ a to b f of x dx is equal to മൈനസ് b to a f of x dx. അതായത് ഒരു ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് ഇന്റർചേഞ്ച് ചെയ്താൽ എന്തിന്റെ വ്യത്യാസം വരും? നമുക്ക് അവിടെ ആൻസറിനകത്ത് ഒരു മൈനസിന്റെ വ്യത്യാസം വരും എന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി. അടുത്ത പ്രോപ്പർട്ടി പറഞ്ഞ ഇതാണ്. ഇന്റഗ്രൽ a to b f of x dx is equal to a to c f of x dx plus c to b f of x dx. അതായത് a to b എന്ന് പറയുന്ന ഒരു ഇന്റർവെല്ലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ എക്കും ബിക്കും ഇടയിലുള്ള ഒരു c എന്ന് പറയുന്ന ഒരു വാല്യൂ കൂടെ കയറ്റിയിട്ട്, അതായത് ഇന്റഗ്രൽ 2 to 4 f of x dx നെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം? 2 to 3 f of x dx. പിന്നെ ആ 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. 3 to 4 f of x dx എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ മോഡുലസ് ഫംഗ്ഷൻ വരുമ്പോഴാണ്. അപ്പൊ മോഡുലസ് ഫംഗ്ഷൻ നമുക്ക് ഇപ്പൊ -5 to 5 മോഡുലസ് x minus 2 dx. അപ്പൊ ആ മോഡുലസ് x minus 2 നമുക്ക് x ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 2 ഉം ലെസ് ദാൻ 2 ഉം വരുന്നതനുസരിച്ച് ആ മോഡുലസിന്റെ വാല്യൂവിന് വ്യത്യാസം വരും.
അപ്പൊ ആ -5 to 5 നമുക്ക് അതിനിടയിൽ ഒരു 2 കൂടി ചേർത്തോണ്ട് -5 to 2 2 to 5 ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതാണ് നമ്മുടെ അടുത്ത തേർഡ് പ്രോപ്പർട്ടി പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് P3 P4 വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതാണ് ഈ ഇന്റഗ്രലിന്റെ പ്രോപ്പർട്ടി P4. ഇന്റഗ്രൽ 0 to a f of x dx is equal to 0 to a f of a minus x dx. വലിയ ക്വസ്റ്റ്യൻസുകളെല്ലാം നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രലിനകത്ത് കൂടുതലായിട്ടും ഈ പറയുന്ന പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്ത് പോകുന്നത്. കാരണം അപ്പൊ അവിടെ നമുക്ക് ഇന്റഗ്രേഷൻ ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല, അല്ലാതെ തന്നെ കുറെ സ്റ്റെപ്പുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പ്രോപ്പർട്ടിയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസുകൾ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏത് പ്രോപ്പർട്ടിയാ? 0 to a f of x dx is equal to 0 to a f of a minus x dx. ഇതുപോലെ തന്നെ നമുക്ക് a to b f of x. ഇപ്പൊ ഇവിടെ 0 to a ആയപ്പോൾ a minus x അല്ലേ വന്നേ. അപ്പൊ a to b ആവുമ്പോൾ ഇത് കണ്ടോ 0 to a. അപ്പൊ ഈ a വന്ന എങ്ങനെയാ? 0 plus a minus x. അത് തന്നെ a to b ആവുമ്പോ എങ്ങനെയായിരിക്കും വരിക? a to b f of a plus b minus x. ഈ പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ തന്നിരിക്കുന്ന നമ്മുടെ P4 എന്ന് പറയുന്ന അഞ്ചാമത്തെ പ്രോപ്പർട്ടി. ഏറ്റവും കൂടുതൽ പ്രോബ്ലംസുകൾ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആ തന്നിരിക്കുന്ന പ്രോപ്പർട്ടി. അടുത്ത എന്തായിരുന്നു? P5 പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇന്റഗ്രൽ 0 to 2a f of x dx നെ 0 to 2a f of x dx 0 to a f of x dx plus 0 to a f of 2a minus x dx എന്ന് എഴുതാം. അധികം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി അല്ലാതെ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം. ഇനി അതുപോലെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഈ P7 കിടക്കുന്നത്. അതായത് ഇന്റഗ്രല് -a to a f of x dx എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നാൽ ആ ഫംഗ്ഷൻ ഈവൻ ആണോ ഓഡ് ആണോ എന്നനുസരിച്ച് നമുക്ക് പെട്ടെന്ന് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞാല് ഇന്റഗ്രൽ -π/2 to π/2 sin x dx. എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ഈവൻ ആണോ ഓഡ് ആണോ നമ്മൾ എങ്ങനെ അറിയാം? f of minus x is equal to f of x തന്നെ വന്നാൽ ആ ഫംഗ്ഷൻ എങ്ങനെയുള്ള ഫംഗ്ഷൻ ആണ്? ഈവൻ ഫംഗ്ഷൻ ആണ്. f of minus x is equal to minus f of x എന്ന് വന്നാൽ ആ ഫംഗ്ഷൻ എങ്ങനെയുള്ള ഫംഗ്ഷൻ ആണ്? ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ തന്നിരിക്കുന്ന ഇന്റഗ്രല് -a to a f of x dx ആ f of x എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഒന്നും ചെയ്തു നോക്കണ്ട, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറയാം അതിന്റെ ആൻസർ എന്താണ്? 0 ആണ്. ഇനി അതല്ല, അപ്പൊ നമ്മളിത് അല്ലാതെ ചെയ്തു നോക്കിയാലും ഇപ്പൊ sin x ന്റെ ഇന്റഗ്രല് -cos x എടുത്തു, എന്നിട്ട് ഈ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് ഇട്ട് നോക്കിയാലും നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ബൈ ദിസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഒറ്റ വേർഡിനകത്ത് നമുക്ക് എന്ത് കൊടുക്കാം? അതിന്റെ ആൻസർ കൊടുക്കാം. ഇവിടെ നോക്കിക്കോളൂ, -a to a ആയിരിക്കണം ഇന്റർവെല്. അപ്പൊ -π/2 to π/2. sin x ഈവൻ ഫംഗ്ഷൻ ആണോ ഓഡ് ഫംഗ്ഷൻ ആണോ? sin of minus x is equal to minus sin x ആണ് അല്ലെ. അപ്പൊ sin of minus x is equal to minus sin x ആകുമ്പോൾ ആ ഫംഗ്ഷൻ എന്താണ്? ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ചെയ്തു നോക്കാതെ തന്നെ നമുക്ക് പറയാം അതിന്റെ ആൻസർ എന്തായിരിക്കും വരിക? നമുക്ക് 0 ആവും. എന്നാൽ -π/2 to π/2 ഇത് sin സ്ക്വയർ x ആണെങ്കിലോ? sin x എങ്ങനെയുള്ള ഫംഗ്ഷൻ ആണ്? ഓഡ് ഫംഗ്ഷൻ ആണ്. സൈൻ സ്ക്വയർ വരുമ്പോൾ അത് എന്തായിട്ട് മാറും? ഈവൻ ഫംഗ്ഷൻ ആവും. അപ്പൊ നമുക്ക് ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം? ഇന്റഗ്രൽ -a to a f of x dx f of x ഒരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ ആൻസർ എന്താണ്? 2 into 0 to a f of x dx എന്ന് വരും. അപ്പൊ ഇതിന് എങ്ങനെ കൊടുക്കാം? 2 into ഇന്റഗ്രൽ 0 to a f of x dx എന്ന് നമുക്ക് ആൻസർ കൊടുക്കാം. സയൻസ് സ്ക്വയറിനൊക്കെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞാണ്. അപ്പോ ആ പ്രോപ്പർട്ടി നമ്മൾ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. -a to a വരുന്ന കേസിൽ മാത്രമേ നോക്കാവുള്ളൂ. -a to a f of x ന്റെ വാല്യൂ ഈവൻ ആണെങ്കിൽ അതിനെ എങ്ങനെ കൊടുക്കാം? 2 into 0 to π/2 അല്ലെങ്കിൽ 0 to a കൊടുക്കാം. ആ ഫംഗ്ഷൻ ഒരു ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ f of -x is equal to -f of x ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിട്ട് വരിക? നമുക്ക് അതിന്റെ ഇന്റഗ്രലിന്റെ വാല്യൂ 0 ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ പ്രോപ്പർട്ടീസിനകത്ത് പറയാം. ഈ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസുകൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? പ്രോപ്പർട്ടി അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി. നേരിട്ട് കംപ്ലീറ്റ് ഇന്റഗ്രേഷൻ ചെയ്യണമെന്നില്ല. ഓക്കെ.
ഇപ്പൊ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെയാണ് ദാണ്ടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇന്റഗ്രൽ -π/4 to π/4 sin square x dx. sin x എന്ന് പറയുന്നത് ഏത് ഫംഗ്ഷൻ ആണ്? ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. സൈൻ സ്ക്വയർ എടുക്കുമ്പോൾ അത് ഏത് ഫംഗ്ഷൻ ആവും? ഈവൻ ഫംഗ്ഷൻ ആവും. അപ്പൊ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇപ്പൊ ചെയ്തതുപോലെ എന്താണ് ഇതിന്റെ ആൻസർ വരുന്നത്? എങ്ങനെയാ? -π/4 to π/4. ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിനെ എങ്ങനെ കൊടുക്കാം? നമുക്ക് 2 into 0 to π/4 sin square x dx എന്ന് എന്ത് ചെയ്താൽ മതി? അതിനെ ഇവാലുവേറ്റ് ചെയ്ത് എടുത്താൽ മതി. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ -a to a എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ വരുന്ന ഏതൊരു ഇന്റഗ്രലിനെയും ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഏത് കണ്ടീഷൻ യൂസ് ചെയ്യേണ്ടത്? അത് ഈവൻ ആണോ ഓഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ആയിരുന്നല്ലോ P4ന്റെ പ്രോപ്പർട്ടി പറയുന്നത്. അപ്പൊ ഈ തരുന്ന സൈസിലുള്ള ഏത് ക്വസ്റ്റ്യനും അപ്പൊ P4 പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്താ? ഇന്റഗ്രൽ 0 to a എന്നായിരിക്കണം. അപ്പൊ 0 to π, 0 to 2, 0 to a ആ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ മാത്രമാണ് നമ്മളെ P4 പ്രോപ്പർട്ടി നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ? കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന കേസ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിന് ഒരു I എന്നും കൊടുക്കുക. നമ്മള് അത് ഒരു ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കുക. അടുത്ത ഇന്റഗ്രലായിട്ട് നമ്മൾ എങ്ങനെ കൊടുക്കാം? വീണ്ടും ഇതിനെ എഴുതാം I 0 to π. ഈ x എല്ലാം മാറ്റി എന്താക്കണം എന്ന് പഠിച്ചേക്കുന്നത്? a - x ആക്കണം. ഇവിടെ a എന്ന് പറയുന്നത് ആരാണ്? π ആണ്. അപ്പൊ x എല്ലാം മാറ്റി a - x ആക്കുമ്പോൾ ഈ π എന്തായിട്ട് മാറും? നമുക്ക് π - x. ഇവിടെ എന്താണ്? sin π - x ഡിവൈഡഡ് ബൈ 1 പ്ലസ് cos സ്ക്വയർ π - x എന്ന് കിട്ടും. ഏതൊരു ട്രിഗ്നോമെട്രി ഫംഗ്ഷനിലും π - θ എന്നെടുത്താൽ അത് ഏത് ഫംഗ്ഷൻ ആവും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. π - θ വരുന്നത് ഏത് ഫംഗ്ഷൻ? സെയിം ഫംഗ്ഷൻ ആണ്. ഒപ്പം അതിന്റെ ക്വാഡ്രന്റ് കൂടെ നോക്കിയാൽ മതി. അപ്പൊ sin π - x എന്ന് പറഞ്ഞാൽ അത് ആര് തന്നെയാണ്? sin x തന്നെ വരും. കാരണം എന്താണ്? π - x സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ sin x പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ കൊടുക്കാം? π - x sin x ഡിവൈഡഡ് ബൈ 1 പ്ലസ് cos സ്ക്വയർ x എന്ന് കിട്ടും. ശരിക്കും cos π - x എന്ന് പറഞ്ഞാൽ അത് മൈനസ് cos x ആണ്. കാരണം എന്താ? π - x ഏത് ക്വാഡ്രന്റിലാ? സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ cos നെഗറ്റീവ് ആണ്. അപ്പൊ cos ഓഫ് π - x എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് മൈനസ് cos x ആണ്. സ്ക്വയർ ഉള്ളത് കൊണ്ടാണ് നമുക്കത് cos സ്ക്വയർ x ആയിട്ട് മാറിയത്. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊടുത്താൽ എങ്ങനെയാ വരിക നോക്കൂ? 0 to π sin x minus x sin x divided by 1 plus cos square x dx എന്ന് കിട്ടും. Take this as equation number 2. ഈ 0 to a യൂസ് ചെയ്യുന്ന എല്ലാ പ്രോബ്ലം നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ച് കൂടുതൽ നല്ലത് കേട്ടോ. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുവാണ്. ഇക്വേഷൻ 1 plus 2. So we get 2i equal to ഈ i എങ്ങനെ വന്നിരിക്കുന്നത്? 0 to π x sin x ഡിവൈഡഡ് ബൈ 1 പ്ലസ് cos സ്ക്വയർ x എന്ന് കിട്ടും. അടുത്ത i വന്നിരിക്കുന്നത് ഈ ടൈം അല്ലേ? അതിനും സെയിം ഡിനോമിനേറ്റർ തന്നെയാണല്ലോ. അപ്പൊ അതേ ഡിനോമിനേറ്റർ കൊടുത്തിട്ട് നമ്മൾ ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ പോരെ. അപ്പൊ എത്രയാണ് ന്യൂമറേറ്റർ വരുന്നത്? π sin x മൈനസ് x sin x dx എന്ന് കിട്ടും. ഈ x sin x dx നമ്മൾ രണ്ട് സൈഡിലും കട്ട് ചെയ്തു. ബാക്കി എത്രയാണ് വന്നിരിക്കുന്നത്? ഇന്റഗ്രൽ 0 to π sin x π ഔട്ട്സൈഡിലോട്ട് എടുക്കുക. sin x ഡിവൈഡഡ് ബൈ 1 പ്ലസ് cos സ്ക്വയർ x എന്ന് കിട്ടും. ഇനി ഇതിനെ എങ്ങനെയാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യേണ്ടത്? സബ്സ്റ്റിറ്റ്യൂഷൻ. ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? cos x ന് ഒരു t കൊടുത്താൽ cos x ന്റെ ഡെറിവേറ്റീവ് ആയ മൈനസ് sin x ന്റെ sin x dx അവിടെ ഉണ്ടല്ലോ. അപ്പോൾ cos x ന് ഒരു t കൊടുത്താൽ cos x ന്റെ ഡെറിവേറ്റീവ് ആരാണ്? മൈനസ് sin x dx. അതാണ് dt. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്? sin x dx is equal to എത്രയാണെന്ന് പറയാം? മൈനസ് dt എന്ന് പറയാം. അപ്പോൾ ഈ ഇന്റഗ്രൽ എങ്ങനെയാ വന്നിരിക്കുന്നത്? പൈ ഔട്ട്സൈഡിൽ ഉണ്ട്, sin x dx മൈനസ്, അപ്പൊ ഒരു മൈനസ് ഔട്ട്സൈഡിൽ കിടക്കട്ടെ. dt ഡിവൈഡഡ് ബൈ 1 പ്ലസ് t സ്ക്വയർ.
ഫസ്റ്റ് പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഡെഫിനിറ്റ് ഇന്റഗ്രൽ ജസ്റ്റ് വേരിയബിൾ മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത് എങ്കിൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ലിമിറ്റ് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ ആ സബ്സ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നമ്മൾ എന്ത് കൊടുക്കണം, അതിന്റെ ലിമിറ്റ് വാല്യൂ മാറ്റി കൊടുക്കണം. അതായത് ഇവിടെ കിടക്കുന്ന 0 to π എന്ന് പറയുന്നത് ആർക്കുള്ള ലിമിറ്റ് ആണ്, എക്സിന്റെ ലിമിറ്റ് ആണ്. ഇവിടെ ഇന്റഗ്രൽ കിടക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പൊ 0 to π എന്ന് പറയുന്നത് ആരുടെ ലിമിറ്റ് വാല്യൂ ആ, എക്സിന്റെ ലിമിറ്റ് വാല്യൂ ആ. ഇപ്പൊ ആ എക്സിനെ വെറുതെ ടി ആക്കുവല്ല നമ്മൾ ചെയ്തത്, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താണ് ടി ആക്കിയത്. അല്ലാതെ വെറുതെ ഇവിടെ സൈൻ എക്സ് ഡി എക്സ് മാറ്റി സൈൻ ടി ഡി ടി ആക്കുവല്ല ചെയ്തേ, സൈൻ എക്സിന് ടി കൊടുത്തു. അപ്പോൾ അതിനനുസരിച്ച് എന്തുകൂടെ മാറേണ്ടി വരും, നമ്മുടെ ലിമിറ്റ് വാല്യൂ മാറേണ്ടി വരും. അതായത് x is equal to 0 കൊടുത്താൽ t is equal to എത്ര വരും നമുക്ക്, cos 0, അതായത് എത്രയാണ്, 1 ആണെന്ന് കിട്ടും. x is equal to π കൊടുത്താൽ t equal to എത്ര വരും, cos π എന്ന് വരും. cos π യുടെ വാല്യൂ എത്ര, -1. അപ്പോൾ ഈ 0 π എന്ന് പറയുന്ന ലിമിറ്റ് എന്തായിട്ട് മാറും, നമുക്ക് 1 - 1 ആയിട്ട് മാറും. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാ വരിക നോക്കൂ. ഇനി സാധാരണ നമുക്ക് എപ്പോഴും ലോവർ ലിമിറ്റ് താഴെ വന്നാൽ ഇന്റഗ്രൽ -a to a വരുമ്പോഴാണ് നമ്മൾ ഈവൻ ആണോ ഓഡ് ആണോ എന്നൊക്കെ നോക്കുക. ഇത് നേരെ തിരിഞ്ഞാ കിടക്കണേ. ഇവിടെ 1ഉം മേളിലും -1ഉം. അപ്പൊ നമുക്കിത് ഈവൻ ഓഡ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ അതിന്റെ ലിമിറ്റ് എങ്ങനെ ആയിരിക്കണം, -a to a എന്നാവണം. അപ്പൊ ശരിക്കും ഈ ലിമിറ്റ് എങ്ങനെ വരണം, നമുക്ക് -1 to 1 എന്ന് വന്നാലാണ് ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ലിമിറ്റ് നമുക്കൊന്ന് ഇന്റർചേഞ്ച് ചെയ്തേക്കാം. അപ്പൊ ഡെഫിനിറ്റ് ഇന്റഗ്രലിലെ ലിമിറ്റ് ഇന്റർചേഞ്ച് ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് പഠിച്ചിട്ടുണ്ട് നമ്മള്, ഒരു മൈനസിന്റെ വ്യത്യാസം വരും. ഇവിടെ ഓൾറെഡി ഈ ഡി ടിക്കകത്ത് ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് ഒക്കെ മാറും ഇതിനെ അപ്പർ ആൻഡ് ലോവർ ലിമിറ്റ് ഇന്റർചേഞ്ച് ചെയ്യുമോ. അപ്പൊ π ഇൻറ്റു ഇന്റഗ്രൽ -1 to 1 dt ഡിവൈഡഡ് ബൈ 1 + t² കിട്ടും. 1/1 + t² എങ്ങനെയുള്ള ഫംഗ്ഷൻ ആണ്, ഈവൻ ഫംഗ്ഷൻ ആണ്. കാരണം ടി മാറ്റി -t ഇട്ട് കൊടുത്താലും ആൻസർ 1/1 + t² വരും. അപ്പൊ ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ കൊടുക്കാം, പൈ കോൺസ്റ്റന്റ് ഉണ്ട്, 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to π dt ഡിവൈഡഡ് ബൈ 1 + t² കൊടുക്കാം. വാട്ട്സ് ദി ഇന്റഗ്രൽ ഓഫ് 1/1 + t², ഇന്റഗ്രൽ ഓഫ് 1/1 + t² എന്തായിരുന്നു, tan ഇൻവേഴ്സ് t, ലിമിറ്റ് 0 to π, ഔട്ട്സൈഡിൽ ഒരു 2π ഉണ്ട്. സോ 2π ഇൻറ്റു, ഇനി നമ്മൾ ലിമിറ്റ് മാറ്റി കൊടുത്തിരിക്കുന്നതുകൊണ്ട് വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നൊന്നും വേണ്ട, കിടക്കുന്ന വേരിയബിൾ തന്നെ പോകാം കേട്ടോ. അപ്പോൾ എത്രയായിരിക്കും ആൻസർ വരുന്നതെന്ന് പറഞ്ഞേ, tan ഇൻവേഴ്സ് ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ ലിമിറ്റ് വാല്യൂ വന്നിരിക്കുന്നത് 0 to 1 dt ഡിവൈഡഡ് ബൈ 1 + t². സോ ഇറ്റ് ഈസ് tan ഇൻവേഴ്സ് 1 മൈനസ് tan ഇൻവേഴ്സ് 0. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പിടികിട്ടിയില്ല എന്ന് വിചാരിക്കുക, ഒന്നും കുഴപ്പമില്ല, ഡയറക്റ്റ് ആയിട്ട് ചെയ്തു പോയാൽ ആൻസർ കിട്ടും. ഇപ്പൊ ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നു ഇപ്പൊ ഇത് നമ്മുടെ ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ടാണല്ലോ ഈ ഒരു സ്റ്റെപ്പിലേക്ക് വന്നത്. ഇനി നിങ്ങൾക്ക് അവിടെ വന്നപ്പോൾ ഈവൻ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ പ്രോപ്പർട്ടി കിട്ടിയില്ല എന്ന് വിചാരിക്കുക, ഒരു കുഴപ്പമില്ല, എന്ത് ചെയ്ത് കൊടുത്താൽ മതി, tan ഇൻവേഴ്സ് ആണ് 1/1 + t² ഇന്റഗ്രൽ എടുക്കുമ്പോൾ tan ഇൻവേഴ്സ് t കിട്ടും. അപ്പൊ ലിമിറ്റ് എന്ത് കൊടുത്താൽ മതി, നമ്മള് ആ 0 to 1 കിടക്കേണ്ടതിന് പകരം -1 to 1 കൊടുത്താൽ മതി. അപ്പൊ അത് tan ഇൻവേഴ്സ് 1 മൈനസ് tan ഇൻവേഴ്സ് -1 എന്ന് വരുന്നുള്ളൂ. അപ്പോഴും π/4 മൈനസ് π/4 വരും. അങ്ങനെ ചെയ്താലും ആൻസർ തെറ്റില്ല. ഓക്കെ, അപ്പോൾ ആൻസർ 2π ഇൻറ്റു tan ഇൻവേഴ്സ് 1 വരുന്ന എപ്പോഴാണ്, π/4. അപ്പോൾ ആൻസർ കൊടുക്കാമല്ലോ നമുക്ക്, π²/2 എന്ന് വന്നു. അവിടെ പക്ഷെ ചെയ്തു വന്നിരിക്കുന്നത് നമ്മൾ 2i is equal to എന്നാണ്. അപ്പൊ ഫൈനൽ ആൻസർ i is equal to ഈ 2 കൂടി ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ i is equal to എത്രയാന്ന് കിട്ടി, നമുക്ക് π²/4 എന്ന് കിട്ടും. ഇങ്ങനെയാണ്. അല്ലാതെ ഇതിനെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു കോഷ്യൻ റൂളോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ 1/, ഒരു പോളിനോമിയൽ ഫോം ആണെങ്കിൽ, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിൽ നമുക്ക് അതിന് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡോ അല്ലെങ്കിൽ 1/, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സ്പെഷ്യൽ ഇന്റഗ്രലോ ഒക്കെ ചെയ്യാം. ഈ സൈസ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്ത് തന്നെ വേണം നമ്മുടെ പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, പലതവണ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യന്റെ മോഡലാണ് ഈ കിടക്കുന്ന ക്വസ്റ്റ്യൻ. ഇത് ഏത് മോഡൽ വന്നാലും സെയിം ടൈപ്പ് ആയിരിക്കും ചെയ്യുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയാം, വേറൊരു എക്സാമ്പിൾ, അതായത് ഇപ്പൊ 0 to π/2 റൂട്ട് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ, നമുക്ക് താഴെ ചെയ്യാൻ വരുന്നുണ്ട് ഇത്, റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ്
dx അല്ലെങ്കിൽ 0 to pi by 2 cos raised to 3 by 5x divided by cos raised to 3 by 5x plus sin raised to 3 by 5x. ഈ മോഡലിലുള്ള ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇത് ചെയ്തു തുടങ്ങേണ്ട അതേ പ്രോസസ് ആണ്. അതായത് ന്യൂമറേറ്ററിൽ ഏതെങ്കിലും ഒരു സൈനോ കോസോ വരും, ഡിനോമിനേറ്ററിൽ സൈനും കോസും വരും. ഇതെല്ലാം ഒരേ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 0 to pi by 2 ആയിരിക്കും നമ്മുടെ ലിമിറ്റ് വാല്യൂ തരിക. ചെയ്യേണ്ടത്രേ ഉള്ളൂ, ആദ്യം ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ പതുപോലെ i എന്ന് കൊടുക്കുന്നു, ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കുന്നു. അടുത്ത i ആയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ 0 to pi by 2 നമ്മുടെ P4 പ്രോപ്പർട്ടി ആണ്. ഇന്റഗ്രൽ 0 to a f of x dx is equal to ഇന്റഗ്രൽ 0 to a f of a minus x dx. അപ്പൊ അവിടെ കിടക്കുന്ന ഓരോ എക്സിനെയും നമ്മൾ എങ്ങനെയാക്കി മാറ്റണം, a minus x ആകണം. ഇവിടെ a എന്ന് പറയുന്നത് ആരാ, pi by 2. അപ്പൊ pi by 2 minus x ആകണം. അപ്പൊ ഇത് എത്ര വരും എന്ന് പറയാം, sin raised to 4 pi by 2 minus x divided by sin raised to 4 pi by 2 minus x plus cos raised to 4 pi by 2 minus x dx. ഏതൊരു ട്രിഗ്നോമെട്രി ഫംഗ്ഷനിലും pi by 2 minus x എടുത്താൽ അത് ഏത് ഫംഗ്ഷനാ വരിക, കോ ഫംഗ്ഷൻ ആവും. ദാറ്റ് മീൻസ് സൈൻ ആണെങ്കിൽ അത് കോസ് ആവും, കോസ് ആണെങ്കിൽ അത് സൈൻ ആവും. അതാണ് അതിന്റെ കണ്ടീഷൻ. അതുപോലെ pi by 2 minus x ഏത് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്, ഫസ്റ്റ് ക്വാഡ്രന്റിൽ. അപ്പൊ എല്ലാ വാല്യൂ എന്തായിട്ട് വരുന്നത്, നമുക്ക് പോസിറ്റീവ് ആയിട്ട് വരികയും ചെയ്യും അല്ലെ. അപ്പോൾ എങ്ങനെ വന്നു ആൻസർ, 0 to pi by 2. ഇത് cos raised to 4x, ഇതും cos raised to 4x, ഇത് sin raised to 4x dx. സൈൻ എല്ലാം മാറി കോസ് ആയി, കോസ് മാറി സൈനും ആയി. ഓക്കെ, ഇനി ഇക്വേഷൻ രണ്ടും കൂടെ ആഡ് ചെയ്യാം. അപ്പൊ 2i ഈക്വൽ ടു 0 to pi by 2. ഇതാണ് ഇക്വേഷൻ നമ്പർ 1, ഇതാണ് ഇക്വേഷൻ നമ്പർ 2. രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം അല്ലേ നോക്കൂ അല്ലെ. അപ്പൊ ഡിനോമിനേറ്റർ എങ്ങനെ കൊടുക്കാം നമുക്ക്, sin raised to 4x പ്ലസ് കോസ് റൈസ്ഡ് ടു 4x. അതിന് ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യാമല്ലോ. ആ ന്യൂമറേറ്റർ എത്രയായിരിക്കും വരുന്നതെന്ന് പറഞ്ഞേ, സൈൻ റൈസ്ഡ് ടു 4x പ്ലസ് കോസ് റൈസ്ഡ് ടു 4x തന്നെ വരും. അപ്പോൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സെയിം ആയപ്പോൾ 0 to pi by 2 1 dx എന്ന് കിട്ടും അല്ലെ. 1ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ആരാണ്, x ആണ്. ലിമിറ്റ് 0 to pi by 2. അപ്പോൾ pi by 2 minus 0. So that's equal to pi by 2. ശ്രദ്ധിക്കണം, 2i ആണ് equal to pi by 2. Therefore i is equal to എത്രയാണ്, pi by 4 എന്ന് ആൻസർ കിട്ടും. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഈ കിടക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും ഈ സെയിം മോഡലാണ്. ഇതിന്റെ എല്ലാത്തിന്റെ ആൻസർ pi by 4 ആണ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ എക്സ് മാറ്റി pi by 2 minus x കൊടുക്കുമ്പോൾ സൈൻ എല്ലാം മാറി കോസ് ആയി, കോസ് എല്ലാം മാറി സൈൻ ആയി. അപ്പൊ ആ ഇക്വേഷനും ഇതും ഒരേ ഡിനോമിനേറ്റർ ആയിരിക്കും. അത് ആഡ് ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ സെയിം വാല്യൂ വരും, ക്യാൻസൽ ആവും, 1 വരും, സെയിം ലിമിറ്റ് ആണ് pi by 2. ഫൈനൽ ആൻസർ pi by 4. അപ്പൊ ഈ രീതിയിലുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യേണ്ടത് ഈ ഒരൊറ്റ പ്രോപ്പർട്ടി തന്നെയാണ്. തന്നിരിക്കുന്ന ഗിവൺ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഗിവൺ ഇന്റഗ്രലിന് നമ്മൾ i എന്ന് കൊടുത്തത് അത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുന്നു. അതേ ഇന്റഗ്രലിൽ തന്നെ എടുത്തിട്ട് നമ്മൾ P4 പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് എക്സിന് പകരം എന്താക്കി കൊടുക്കാം, നമ്മൾ a minus x ആക്കി കൊടുക്കാം. അപ്പൊ a ഇവിടെ pi by 2 ആണ്, pi by 2 minus x. ഏതൊരു ട്രിഗ്നോമെട്രി ഫംഗ്ഷനിലും pi by 2 minus x അത് ഏത് ഫംഗ്ഷനിലോട്ട് മാറും, നമുക്ക് കോ ഫംഗ്ഷനിലോട്ട് മാറും. ഐ മീൻ സൈൻ ആണെങ്കിൽ അത് കോസ് ആയി, കോസ് ആണെങ്കിൽ സൈൻ ആയി. അത്രയും വരെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഇക്വേഷനെ നമ്പർ 2 കൊടുത്താൽ ആ രണ്ട് ഇക്വേഷൻസും നമ്മൾ നോക്കിയാൽ അറിയാം കോമൺ ഡിനോമിനേറ്റർ ആണ്. ആ കോമൺ ഡിനോമിനേറ്റർ വരുന്നു, ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ അതേ ഡിനോമിനേറ്റർ ആണ് താഴെ ക്യാൻസൽ ചെയ്യുക, 1 വരുന്നു, അതിന്റെ ആൻസർ കിട്ടും. മനസ്സിലായോ? ഓക്കെ, P3 പ്രോപ്പർട്ടി നമ്മൾ P4 പറയുന്നതിന് തൊട്ട് മുമ്പ് ഇന്റഗ്രൽ 0 to a f of x dx പറയുന്നതിന് മുമ്പ് മറ്റൊരു ഇന്റഗ്രൽ പറഞ്ഞല്ലോ, നമ്മള് ഇന്റഗ്രൽ a to b f of x dx പറഞ്ഞു അല്ലെ. a to b f of x dx എങ്ങനെ ആൻസർ വരുന്നത്, f of a plus b minus x. ആ പ്രോപ്പർട്ടി ഇവിടെ കിടക്കുന്നത് 0 to a അല്ല, എയും ബിയും രണ്ടായിട്ട് കിടക്കുന്നത്. അപ്പൊ അത് സിംപ്ലിഫൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ tan x നെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ എഴുതാം, sin x by cos x എന്ന് കൊടുക്കാം അല്ലെ. അപ്പോൾ ഇത് ഇന്റഗ്രൽ pi by 6 to pi by 3 dx divided by 1 plus root tan x എന്ന് പറഞ്ഞാൽ അതാരാണ്, root sin x divided by root cos x.
അപ്പോൾ ഇന്റഗ്രൽ പൈ ബൈ 6 ടു പൈ ബൈ 3. ഈ റൂട്ട് കോസ് എക്സ് ഇങ്ങോട്ട് എടുക്കാം. അപ്പൊ എന്താ പറയാ, റൂട്ട് കോസ് എക്സ് പ്ലസ് റൂട്ട് സൈൻ എക്സ് ബൈ റൂട്ട് കോസ് എക്സ്. ആ ബൈ റൂട്ട് കോസ് എക്സ് അങ്ങ് ന്യൂമറേറ്റർ വരും. അപ്പോൾ ഇന്റഗ്രൽ എങ്ങനെ വന്നു, നമുക്ക് റൂട്ട് കോസ് എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് കോസ് എക്സ് പ്ലസ് റൂട്ട് സൈൻ എക്സ്. ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച ഒരു ഫോം തന്നെ വന്നു, പക്ഷെ അവിടെ 0 to a അല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിനെ നമ്മൾ അതുപോലെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് ഡിനോട്ട് ചെയ്തു. അടുത്ത ഇക്വേഷൻ എങ്ങനെയാ ആയി വരിക, നമുക്ക് ഇന്റഗ്രൽ പൈ ബൈ 6 ടു പൈ ബൈ 3 റൂട്ട് കോസ് എക്സിന് പകരം എങ്ങനെ കൊടുക്കാന്, a പ്ലസ് ബി മൈനസ് എക്സ്. അതായത് പൈ ബൈ 6 പ്ലസ് പൈ ബൈ 3 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് കോസ്, അവിടെയും അങ്ങനെ തന്നെ വരുമല്ലോ, a പ്ലസ് ബി മൈനസ് എക്സ് പ്ലസ് റൂട്ട്, വീണ്ടും ഇവിടെ ഏതാ വരിക, സൈൻ a പ്ലസ് ബി മൈനസ് എക്സ്. നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തപ്പോൾ a മൈനസ് എക്സ് ആയിരുന്നു, കാരണം 0 to a ആണ്. ഇവിടെ a പ്ലസ് ബി മൈനസ് എക്സ് ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ, പൈ ബൈ 6ഉം പൈ ബൈ 3 കൂടെ ആഡ് ചെയ്തു. അപ്പൊ 6 കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ പൈ വന്നു, ഇതൊരു 2 പൈ വന്നു. അതായത് 3 പൈ ബൈ 6, അല്ലെങ്കിൽ നമുക്ക് അതിനെ പൈ ബൈ 2 എന്ന് കൊടുക്കാമല്ലോ. അപ്പൊ ഈ പൈ ബൈ 6 പ്ലസ് പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ അത് പൈ ബൈ 2 ആണ്. അപ്പൊ നേരത്തെ ക്വസ്റ്റ്യൻ വന്ന പോലെ തന്നെ വന്നില്ലേ, ഇത് കോസ് പൈ ബൈ 2 മൈനസ് എക്സ്, ഇവിടെയും കോസ് പൈ ബൈ 2 മൈനസ് എക്സ്, ഇത് സൈൻ പൈ ബൈ 2 മൈനസ് എക്സ്. അപ്പൊ ഇവർ ഓരോന്നും ആരുടെ ഫോമിലോട്ട് മാറി, സൈൻ മാറി കോസ് ആയി, കോസ് മാറി സൈൻ ആയി. അപ്പോൾ ആ ഇന്റഗ്രൽ എങ്ങനെയാ വരിക, നമുക്ക് പൈ ബൈ 6 ടു പൈ ബൈ 3, ഈ റൂട്ട് എന്തായി, സൈൻ എക്സ് ഡിവൈഡഡ് ബൈ ദിസ് വൺ ഈസ് റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ് എന്ന് കിട്ടി. ടേക്ക് ദീസ് ആസ് ഇക്വേഷൻ നമ്പർ 2. പിന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യനുകളെല്ലാം ചെയ്തതുപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഇക്വേഷൻ 1 ഉം 2 ഉം കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 2i is equal to എങ്ങനെയാ, ഇന്റഗ്രൽ പൈ ബൈ 6 ടു പൈ ബൈ 3, കോമൺ ഡിനോമിനേറ്റർ അല്ലേ, റൂട്ട് സൈൻ എക്സ് പ്ലസ് റൂട്ട് കോസ് എക്സ്, കോമൺ ഡിനോമിനേറ്റർ, ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ അതും എത്ര തന്നെ കിട്ടി, റൂട്ട് കോസ് എക്സ് പ്ലസ് റൂട്ട് സൈൻ എക്സ് ഡി എക്സ്. ഒരേ ടേം തന്നെ ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്താൽ പൈ ബൈ 6 ടു പൈ ബൈ 3 1 dx എന്ന് കിട്ടും. വാട്ട്സ് ഇന്റഗ്രൽ ഓഫ് 1 x ആണ്, ലിമിറ്റ് പൈ ബൈ 6 തൊട്ട് പൈ ബൈ 3 വരെ. എങ്ങനെയാണ് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ആദ്യം ഏത് ലിമിറ്റ്, അപ്പർ ലിമിറ്റ് പൈ ബൈ 3 മൈനസ് പൈ ബൈ 6. ഇവിടെ 6 നമ്മൾ കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുക. അപ്പൊ ഇവിടെ 3 അല്ലേ ഉള്ളൂ. അപ്പൊ ഇത് എങ്ങനെ വരും, 2 പൈ മൈനസ് പൈ. അപ്പൊ എത്രയാണ് ആൻസർ വരിക, നമുക്ക് പൈ ബൈ 6 എന്ന് കിട്ടും. പക്ഷെ അത് ഫൈനൽ ആൻസർ അല്ല, ഓർക്കണം. ഈ സൈസ് വരുന്ന പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യനിലും ഒറിജിനൽ ഇന്റഗ്രലിനെ നമ്മൾ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത ഇന്റഗ്രലിന് ഇക്വേഷൻ നമ്പർ 2 കൊടുത്തിട്ട് ആ രണ്ട് ഇന്റഗ്രൽ സെയിം ആണ്, അതിനോട് ആഡ് ചെയ്താണ് നമ്മൾ 2i കൊണ്ടുവന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് എന്താണ്, 2i ആണ് പൈ ബൈ 6 വന്നിരിക്കുന്നത്. സോ അവർ ഫൈനൽ ആൻസർ i ഈസ് ഈക്വൽ ടു എത്രയാ, പൈ ബൈ 12 എന്ന് വരും. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ എവിടെ പറഞ്ഞത്, a to b ക്ക് പകരം 0 to a വെച്ച് നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇതാണ് നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലാതെ ഈ റൂട്ട് വരുന്ന ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് സാധാരണ ഒരു ഇന്റഗ്രേഷൻ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് സോ ഈസി. പക്ഷെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ P3, P4, P7 ആ പ്രോപ്പർട്ടീസ് ഒക്കെ അപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ പ്രോബ്ലംസ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മനസ്സിലായി? അപ്പൊ നമുക്ക് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്ന കുറച്ചുകൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.